പ്രതിഷേധം അറിയിച്ച് അറേബ്യൻ രാജ്യങ്ങൾ. രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന്, ശക്തമായ രീതിയിലുള്ള വിയോജിപ്പ് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോട് അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, കരാർ വ്യവസ്ഥ പാലിക്കാൻ അമേരിക്ക മുന്നോട്ട് വരണം. അതിൻ്റെ പരിണത ഫലം, ഈ കരാർ ലംഘിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങളെല്ലാം അനുഭവിക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളാണ്. ബഹ്റൈന് നേരെ നടത്തിയിരിക്കുന്ന അമേരിക്കയുടെ ആക്രമണം ഇറാൻ്റെ ആക്രമണം ഒരിക്കൽ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത്തരമൊരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ച അമേരിക്കയെയും തങ്ങൾ വിമർശിക്കുന്നു എന്ന തരത്തിലാണ്. മുൻപുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ അവരുടേതായിരിക്കുന്ന നിലപാടുകൾ ഉറക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുൻപൊന്നും അത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു. ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ആയിരുന്നു മുൻപത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ വിമർശിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി കാര്യങ്ങളൊക്കെ മാറ്റം വന്നു. അവരുടെ നിലനിൽപ്പിനെയും അവരുടെ അടിത്തറയും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അതിന് തുടർച്ചയായ രീതിയിലാണ് ബഹ്റൈൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, തങ്ങളുടെ ദേശത്തിൽ നിന്ന് ഇറാനെ ആക്രമിക്കരുത് എന്ന് പലതരത്തിലും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ മുൻപ് UAE അമേരിക്കയുടെ അംബാസഡർ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് വളരെ കർക്കശമായ രീതിയിലുള്ള ചില നിലപാടുകളായിരുന്നു പറഞ്ഞത്. രാജ്യത്തിൽ നിന്ന് നിങ്ങളുടെ സൈനിക സംവിധാനത്തെ ഒഴിവാക്കണം എന്ന് പോലും പറഞ്ഞു വെച്ചു. അതിനവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, ഈ UAE എന്ന് പറയുന്ന രാജ്യം ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പുരോഗതിയും മുന്നേറ്റവും അതേപോലെ തന്നെ മറ്റുള്ള സമൃദ്ധിയും ഉണ്ടാക്കുന്നതിനുള്ള കിണഞ്ഞ ശ്രമമാണ് ഭരണാധികാരികൾ നടത്തുന്നത്. ഇതൊരു യുദ്ധഭൂമിയാക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല. ഇറാൻ തങ്ങളുടെ ശത്രു രാജ്യമല്ല, തങ്ങളെ ശത്രു രാജ്യമായിട്ട് ഇറാൻ കാണുന്നുമില്ല. പക്ഷേ നിങ്ങൾ നിരന്തരം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തങ്ങൾ അനുഭവിക്കുന്നു. സ്ഥിരമായിരിക്കുന്ന ഒരു ശത്രുവായിട്ട് അമേരിക്കയെ കാണേണ്ട, ഇറാനെ കാണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തങ്ങളുടെ രാജ്യത്തെ കൂടി നിങ്ങൾ എത്തിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു യഥാർത്ഥത്തിൽ ഈ UAEയുടെ ഭാഗത്തുനിന്ന് വന്നത്. അത് അമേരിക്കയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ UAEയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു വിമർശനം നടത്തപ്പെട്ടത് എന്ന് പ്രത്യേകത ഉണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട് UAE എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കുറച്ചൊരു ശാന്തത വരുത്തിയത്. അതായത് UAEയിൽ നിന്നുള്ള ആക്രമണത്തിന് ചെറിയ ഇളവുകളോ അല്ലെങ്കിൽ പരിമിതികളോ വരുത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ പിന്നീട് റൂട്ട് മാറി വീണ്ടും സഞ്ചരിച്ചു. അഥവാ ബഹ്റൈനെ കേന്ദ്രീകരിച്ചുകൊണ്ടും ബഹ്റൈനിൽ നിന്നും കുവൈറ്റിൽ നിന്നും അമേരിക്ക ഇറാനെ ആക്രമിച്ചു. അതോടുകൂടി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടി നടത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അമേരിക്ക നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞാൽ ബഹ്റൈനിൽ വെച്ചാണ്. അവരുടെ 5ാം കപ്പൽ പടയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ മേഖലയിലേക്ക് തിരിച്ചടി ഉണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ അസ്വസ്ഥരായിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളാണ്. അവർ വലിയ രീതിയിലുള്ള വാശിയോടുകൂടിയാണ് രാജ്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നേതൃത്വം നൽകാറുള്ളത്. വലിയ താല്പര്യമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ളത് എന്നുള്ളത് കൃത്യമാണ്. മറ്റു രാജ്യത്തേക്കാൾ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് തങ്ങളുടെ രാജ്യം ഉയർന്നു വരണം അല്ലെങ്കിൽ വികസിക്കണം എന്ന് താല്പര്യപ്പെടുകയും അതിനു വേണ്ടിയിട്ട് കിണഞ്ഞ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. 2030 എന്ന് പറയുന്ന പദ്ധതി സൗദി അറേബ്യയുടെ പദ്ധതിയാണ്. അത് നക്ഷത്ര ബംഗ്ലാവ് സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ പറയുന്നത്. അത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത്തരം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ആദ്യത്തെ പോലെയുള്ളൊരു വേഗത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാര്യം രാജ്യം വലിയ രീതിയിലുള്ള യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങൾക്കൊന്നും സാധിക്കില്ല. അത് വലിയ രീതിയിലുള്ള പ്രയാസമായിട്ട് അല്ലെങ്കിൽ പ്രതിസന്ധിയായിട്ട് അവർക്കുണ്ടാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധവിരാമത്തിന് വേണ്ടി ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളാണ് നേതൃത്വം നൽകുന്നത്. അവർ കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ആ വ്യവസ്ഥ ആദ്യഘട്ടത്തിൽ തന്നെ ലംഘിക്കുന്ന ഒരു രീതിയിലേക്കാണ് അമേരിക്ക മാറിയത് എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാക്കിയിട്ട് പിന്മാറുക എന്നുള്ളതാണ്.
അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ട് അവർ ഏത് വഴികളും ഏത് മാർഗങ്ങളും സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മാർഗത്തിലൂടെയൊക്കെ അവർ സഞ്ചാരം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രയാസം അനുഭവിക്കുന്നതും സാമ്പത്തിക നഷ്ടമുണ്ടായതും എല്ലാം യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്കാണ്. നഷ്ടത്തിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് $300 ബില്യൺ ഇറാന് നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ സാമ്പത്തിക നഷ്ടം വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടായത് അമേരിക്കക്കാണ് എന്നുള്ളത് കൃത്യമാണ്. അവരുടെ നഷ്ടത്തിൻ്റെ കണക്ക് അവരിപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല. $300 ബില്യൺ ഇറാൻ നഷ്ടം ചോദിച്ചെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കുന്ന 600 ബില്യൺ ചോദിച്ചാൽ പോലും തീരാത്തത്ര നഷ്ടം അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കി രക്ഷപ്പെടുക എന്നുള്ളത് പ്രയാസമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടാം ഘട്ടത്തിൽ. ലെബനാൻ കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ വീണ്ടും നിരന്തരം ലെബനാൻ ആക്രമിച്ചിട്ട് അവിടെ പല ബിൽഡിങ്ങുകളും തകർക്കുന്നു, ആളുകളെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു. അപ്പോൾ കരാർ വ്യവസ്ഥ ഒരു ഭാഗത്ത് കൃത്യമായിട്ടുണ്ടാവുകയും മറുപക്ഷത്ത് കരാർ വ്യവസ്ഥ ലംഘിക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഇറാൻ്റെ നിലപാട്. ഇറാൻ ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഒരു ഭാഗത്ത് കരാർ വ്യവസ്ഥ, മറുഭാഗത്ത് കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം, രണ്ടും കൂടി ഒരു രാജ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇപ്പം തന്നെ ലെബനാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിലിപ്പോൾ ഇസ്രായേൽ പറയുന്ന മറുപടി ഉണ്ട്, ഇത്തരമൊരു കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തങ്ങളോട് സംസാരിച്ചിട്ടില്ല, തങ്ങളോട് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരിഷ്ടപ്രകാരം ചെയ്യുന്നു എന്നതിനപ്പുറമായ രീതിയിൽ മറ്റൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തങ്ങളിത് അംഗീകരിച്ചു കൊള്ളണം എന്നില്ല എന്നാണ്. അതൊരിക്കലും അമേരിക്കയോട്ട് അംഗീകരിക്കുകയില്ല. അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ബന്ധത്തിലല്ല, നല്ലൊരു സമീപനത്തിലല്ല. അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ ഒരു രാജ്യമാണ്, അമേരിക്ക മറ്റൊരു രാജ്യമാണ്. തങ്ങളുടെ എല്ലാ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് അനുവാദം നൽകിയിട്ടൊന്നുമില്ല. പിന്നെ അമേരിക്ക ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് തങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുമില്ല. അഥവാ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന രീതികളാണ് ചെയ്യേണ്ടത്, ഞങ്ങളുമായിട്ട് സഹകരിക്കണം എന്ന് ഇതുവരെ അമേരിക്ക തങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ തങ്ങളെന്തിന് ഇത് അംഗീകരിക്കണം എന്നുള്ളൊരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, ഈ ലെബനാൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ കരാർ വ്യവസ്ഥയിൽപ്പെട്ടതല്ലല്ലോ എന്ന രീതിയിലാണ് അവർ ഈ ആക്രമണം നടത്തുന്നത് എന്ന് ചുരുക്കം. പ്രതിസന്ധി ആകുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കക്കാണ്. പ്രശ്നപരിഹാരം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പെട്രോളിയം വിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഒരിക്കൽ പോലും അമേരിക്കയുടെ ഡോളറിൽ വിനിമയം നടത്താൻ പാടില്ല. അവരുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിച്ചതുകൊണ്ട് തങ്ങൾക്ക് ഗുണമില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് നമ്മൾക്ക് വലിയ രീതിയിലുള്ള ദോഷമുണ്ട് എന്ന് പോലും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യ അവസ്ഥകൾ ഒക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലെബനാൻ ആക്രമിക്കാത്ത രീതിയിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട്. ആ ലക്ഷ്യങ്ങൾ സാധൂകരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് വേണം? ആ ലക്ഷ്യങ്ങൾ സാധൂകരിക്കണമെങ്കിൽ ഈ ലെബനാൻ ആക്രമിക്കണം, ലെബനാൻ പരാജയപ്പെടണം. ലെബനാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് സിറിയയിലേക്കോ അല്ലെങ്കിൽ ജോർദാനിലേക്കോ തിരിയണം. അങ്ങനെ വിശാല ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങണം എന്നുള്ളതൊക്കെയാണ് അവരുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും. അത് സാധൂകരിക്കുമോ ഇല്ലേ എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ശേഷിക്കുന്നത് എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.